ഡിബേറ്റ് വിത്ത് മാധു സജി. വന്ദേമാതരം ആദ്യ 2 ഖണ്ഡിക മാത്രം അംഗീകരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. അതിന്നും ഇന്നലെയും മോദി സർക്കാർ വന്നതിന് ശേഷം ഒന്നും തീരുമാനിച്ചതല്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് 1937 കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിച്ചതാണ്. വന്ദേമാതരം മുഴുവനായി പാടണമെന്ന് പറയുന്നവർ വർഗീയവാദികളാണ് എന്ന് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസിന് അയച്ചൊരു കത്തിൽ പറയുന്നുമുണ്ട്. ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിക്കാൻ നിർബന്ധം പിടിച്ചതും കോൺഗ്രസിന്റെ നേതാക്കളാണ്. കർണാടകയിലെയും തെലങ്കാനയിലെയും ഹിമാചൽ പ്രദേശിലെയും കോൺഗ്രസുകാർ ഖദറിട്ട നേതാക്കൾ കേൾക്കാത്ത കഥയൊന്നുമാകില്ല ഇത്. പക്ഷേ അവർ കേട്ടത് ഈ വർഷം മോദി സർക്കാർ പറഞ്ഞതാണ്. അതുപോട്ടെ, ഇത്രയും അധികം രാഷ്ട്രീയ വിവാദം കത്തിൽക്കുമ്പോൾ ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം മുഴുവനായി പാടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ AICCയിലുള്ള ആരെങ്കിലും ഒരാൾക്കെങ്കിലും നെഹ്റുവിനെ ഓർക്കാമായിരുന്നു. എന്നാൽ പിന്നെ പഴി സംഘാടകരുടെ മേൽ ഇടേണ്ടിയിരുന്നില്ല. കേരളത്തിൽ വന്ദേമാതരം മുഴുവനുമായി ആലപിക്കുമോ എന്ന ചോദ്യത്തിന് അത് സ്വാതന്ത്ര്യ ദിനത്തിന് അറിയാം എന്നുള്ളതായിരുന്നു. നയം എന്താണ് എന്ന് അറിയാം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. കോൺഗ്രസിന്റെ എന്തായാലും സംസ്ഥാന കോൺഗ്രസിന്റെ നയം വ്യക്തമായിരിക്കുന്നു എന്നതുകൂടി ഇന്ന് പറയേണ്ടതുണ്ട്. വനം വകുപ്പ് ആസ്ഥാനത്തല്ലാതെ മറ്റെവിടെയും വന്ദേമാതരം ആലപിക്കപ്പെട്ടില്ല ഗവൺമെന്റ് പരിപാടികളിൽ എന്നതുകൂടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. നമ്മളോടൊപ്പം അതിഥികൾ സന്ദീപ് വാര്യർ MLA കോൺഗ്രസിൽ നിന്ന്, ശ്രീ ജേക്സി തോമസ് CPM ൽ നിന്ന്, ശ്രീ AK അനുരാജ് വനിതാ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് MR അഭിലാഷ് നിയമവിദഗ്ധൻ. ശ്രീ MR അഭിലാഷ്, വന്ദേമാതരം ദേശീയ ഗീതമാണ്. അതിന്റെ പേരിൽ രാജ്യത്തൊരു വിവാദം ഉണ്ടാകേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതു തന്നെയാണ് അർത്ഥം. 2 സ്റ്റാൻസയായി വന്ദേമാതര ആലാപനം നിജപ്പെടുത്തിയതും പിന്നീടത് 6 സ്റ്റാൻസകളായി വീണ്ടും വർദ്ധിപ്പിച്ചതും എല്ലാം ഈ കാലഘട്ടത്തിനിടയിൽ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ വിവിധ തരത്തിലാണ് ബദൽ ആലാപനമടക്കം ആചരണങ്ങളും ഉണ്ടായ ദിവസം കൂടിയാണ്. ഇന്നത്തെ മുഴുവൻ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ അങ്ങെങ്ങനെയാണ് കാണുന്നത്? എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ദേശീയ ഗീതമാണ്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് എന്ന് പറയുന്ന നിയമം അത് ഇപ്പോൾ ഭേദഗതി ചെയ്ത് വന്ദേമാതരത്തിന്റെ ആലാപനം തടസ്സപ്പെടുത്തുന്നത് അത് കുറ്റകരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ നിയമപ്രകാരം ഇതൊരു പീനൽ ഒഫൻസാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ നിയമം സംസ്ഥാനങ്ങളിൽ ഇത് ആലപിക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടില്ല. ഇത് ഒരു പീനൽ ഒഫൻസ് മാത്രമാക്കിയാണ് ചുരുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ സർക്കുലർ എന്ന് പറയുന്നത് അത് പ്രാഥമികമായിട്ടും അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പ്രോഗ്രാമുകളിലും പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലുമാണ്. എന്നിരിക്കെ ഇപ്പോൾ കേരളത്തിൽ ഇന്ന് നാഷണൽ ആന്തം മാത്രം പാടിയിട്ടുള്ള ഈ ചടങ്ങുകൾ ഒക്കെ തന്നെ ഈ ഒരു നിയമത്തിന് വിരുദ്ധമാണെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം നിയമത്തിൽ അങ്ങനെ അനുശാസിക്കുന്നില്ല. പിന്നെ നാഷണൽ ആന്തത്തിനെ കുറിച്ചും നാഷണൽ സോങ്ങിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള കാര്യമാണ് നാഷണൽ സോങ് വന്ദേമാതരം എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുകയില്ല. എന്ന് മാത്രമല്ല, അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യവുമുണ്ട്. ഇപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരെയും സ്വദേശി മൂവ്മെന്റിന്റെ വളർച്ചയ്ക്കും ഒക്കെ തന്നെ കാരണമായിട്ടുള്ള, രാജ്യത്തെ മുഴുവൻ ഗാൽവനൈസ് ചെയ്തിട്ടുള്ള, പ്രചോദിപ്പിച്ചിട്ടുള്ള, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഗാനമാണ് വന്ദേമാതരം. അതൊരു സ്ലോഗനായിട്ടും ഒരു മുദ്രാവാക്യമായിട്ടും ഒക്കെ ഉയർത്തപ്പെട്ടിരിക്കുന്നു. നാം അപ്പോൾ ഇവിടെ അക്കാഡമികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ വന്ദേമാതരത്തിന് ഭാരതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ആ ഒരു പങ്കിനെ നാം തിരസ്കരിക്കാതിരിക്കുക, അതിന്റെ രാഷ്ട്രീയവൽക്കരണം പലതരത്തിൽ നടക്കുന്നതിനോടും അല്ലെങ്കിൽ ഫെഡറൽ സ്വഭാവത്തിനെ ഹനിക്കുന്ന രീതിയിൽ ഇത് ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിനോടും ഒക്കെയുള്ള വിയോജിപ്പുകൾ നിലനിർത്തുമ്പോൾ തന്നെയും വന്ദേമാതരം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിനെ നിരാകരിക്കാതിരിക്കുക, അതിനെ മാനിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ കേരളത്തിൽ അത് ഒഴിവാക്കി എന്നുള്ളത് നിയമവിരുദ്ധമാകുന്നില്ല. അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന് സാങ്കേതികമായി കൊടുക്കുവാൻ കഴിയുകയില്ല. കേന്ദ്രത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു നിർദ്ദേശം എന്നത് പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ ലംഘനമുണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകരുത് എന്ന് അവർക്ക് ഭരണഘടനയുടെ 256 വകുപ്പ് അനുസരിച്ച് നിർദ്ദേശിക്കുവാൻ കഴിയും. പക്ഷെ ഇവിടെ അത്തരത്തിൽ ഒരു നിർദ്ദേശം നിയമത്തിലില്ലാത്ത സ്ഥിതിക്ക് കേരളത്തിൽ നടന്ന നടപടിക്രമത്തിനകത്ത് നിയമരാഹിത്യമില്ല. പിന്നെ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ
AICC ആസ്ഥാനത്ത് നടത്തിയ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനിടയ്ക്ക് എന്തോ ഒരു അഭിപ്രായ പ്രകടനം പോലെയോ അല്ലെങ്കിൽ എന്താണ് അവർ തന്നെ പറയുന്നത് കസേര കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു വേർഷൻ നമുക്ക് ഇതിനെ സംബന്ധിച്ച് വസ്തുതാപരമായി ഒരു പരിശോധന നടത്തുവാൻ പരിമിതിയുണ്ട്. പക്ഷേ സേവാദൾ പ്രവർത്തകർ അത് പൂർണ്ണമായിട്ടും ആലപിച്ചത് ഒരു പരിധിവരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് FIRകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് ഒരു പരിധിവരെ അവിടെ തടയായിട്ട് നിൽക്കും. കാരണം വന്ദേമാതരത്തിന്റെ ആലാപനം തടസ്സപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ 1971 ലോ 2026 ഭേദഗതി ചെയ്തത് അവിടെ ഒരു പരിധിവരെ ആപ്ലിക്കബിൾ ആകുന്നില്ല. അത് തടസ്സപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്നു. വന്ദേമാതരം ഏതു തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതും അത്തരത്തിൽ നാഷണൽ സോങ്ങിനെ ഇമ്പോസ് ചെയ്യുവാൻ പൂർണ്ണമായിട്ട് അതിന്റെ സ്റ്റാൻസകളെ രാഷ്ട്രീയമായിട്ട് ഇമ്പോസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതിൽ നിന്നൊക്കെ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും ഒക്കെ ഒരു പരിധിവരെ പിന്തിരിയുന്നതാണ് അഭികാമ്യം. കാരണം വലിയ വിവാദങ്ങളൊക്കെ ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ആത്യന്തികമായിട്ടും നമ്മുടെ ചരിത്രത്തോട് ചെയ്യുന്ന ഇത്തരത്തിൽ വന്ദേമാതരം എന്ന് പറയുന്ന ഒരു സ്ലോഗൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പങ്കിനെ പ്രചോദിപ്പിച്ച ആ ഒരു റോളിനെ നാം നിരാകരിക്കുന്നതിന് തുല്യമാകും. ആവശ്യമുള്ളവർ പാടട്ടെ, ആവശ്യമില്ലാത്തവർ പാടാതെ ഇരിക്കട്ടെ. ബിജോയ് ഇമ്മാനുവൽ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നാഷണൽ ആന്തത്തിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാതെ ഇരിക്കാം. ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുന്നത് മാത്രം മതിയാകും എന്നുള്ളത് കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സംഭവമാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ റേഷ്യോ തന്നെ, ഒരു പ്രഖ്യാപിക്കപ്പെട്ട നിയമം തന്നെ വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്താൻ കഴിയും, അവരുടെ വിയോജിപ്പുകൾ നിലനിർത്താൻ കഴിയും. നമ്മുടെ ഭാരതത്തിന്റെ സംവിധാനം അതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ളതായതുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ തുടരട്ടെ, അനാരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ. ഓക്കെ, ജേക്സി തോമസ്, ഇന്ന് ഇപ്പോൾ സംസ്ഥാനത്ത് എവിടെയും ഈ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. UDF സർക്കാരിന്റെ നിലപാടും വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് വ്യക്തമാണ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്, സത്യപ്രതിജ്ഞ സമയത്ത് അത് മുഴുവൻ ആലപിക്കപ്പെട്ടപ്പോൾ PA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ കോൺഗ്രസിന്റെ നിലപാടിതാണ്, അത് സംഘപരിവാറിന് വഴിപ്പെട്ടതാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത് എന്താണ് നയമെന്നത് ഇന്നറിയാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഈ വനവകുപ്പ് ആസ്ഥാനത്തൊഴികെ മറ്റെവിടെയും അങ്ങനെ ഒരു ആലാപനം തന്നെ ഉണ്ടായില്ല. പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ 4-ാം തീയതി പുറത്തിറക്കിയ ഈ അജണ്ടയുടെ ഭാഗമായിട്ടും വന്ദേമാതര ഗാനാലാപനം എന്നുള്ളത് അജണ്ടയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് 6-ാം തീയതി CS പുറത്തിറക്കിയ ഒന്നിലാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ഷൻസ് പാലിക്കണം എന്നൊരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ആലപിക്കപ്പെടുമോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആലപിച്ചില്ല. അപ്പോൾ കോൺഗ്രസിന്റെ നയം വ്യക്തമല്ലേ? ഇനിയിപ്പോൾ CPM അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? CPM മാത്രമല്ല, ഇതൊരു CPM പ്രശ്നം മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് ചെറുതായി ചുരുക്കി കാണാൻ കഴിയുന്ന ഒരു ഇടുങ്ങിയ വിഷയമേ അല്ല. ആ കള്ളികൾക്കുള്ളിൽ വെച്ച് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും വരുത്. എന്തുകൊണ്ട് വന്ദേമാതരം, എന്തുകൊണ്ട് ആനന്ദപടം നോവൽ, എന്തുകൊണ്ട് ബക്കിംഗ്ഹാം ചന്ദ്ര ചാറ്റർജി, എന്തുകൊണ്ട് ഇന്നത്തെ AICC ആസ്ഥാനത്തെ സമ്പൂർണ്ണ ഗാനാലാപനം, അത് മുതൽ പുറകോട്ട് കേരള മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ സമ്പൂർണ്ണ ആലാപനം, അതിനോടുള്ള ആദ്യത്തെ താമരപത്രം RSSന്റെ മുഖമാസികയായിട്ടുള്ള ഓർഗനൈസർ കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിന് കൈമാറുന്നത് മുതൽ ഇന്ന് ഓഗസ്റ്റ് 15-ന് AICC മുതൽ കർണാടക സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങ് മുതൽ ഹിമാചൽ പ്രദേശ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങ് വരെ നീണ്ടു നിൽക്കുന്ന ഈ പൂർണ്ണ ഗാനാലാപനം എന്ന് പറയുന്നത് ആരുടെ ആവശ്യമാണ്? ഇപ്പോഴല്ല, CPM അല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ സമാരാധ്യരായ നേതാക്കന്മാർ മാത്രമായിരുന്നില്ല. രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഉൾക്കൊള്ളുന്ന 930കളിൽ ചേർന്നിട്ടുള്ള കൽക്കട്ട കോൺഗ്രസിന്റെ പ്ലീനറി സെഷനാണ് ഔദ്യോഗികമായി തന്നെ ഈ ഗാനാലാപനം ആദ്യം ശ്രദ്ധേയമായി നടത്തിയ ടാഗോറിന്റെ സാക്ഷ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇതിലെ 2 സ്റ്റാൻസ ഒഴികെ ബാക്കി എല്ലാവും ഇന്ത്യൻ മതനിരപേക്ഷതയെ, ഇന്ത്യൻ ബഹുസ്വരതയെ, ഇന്ത്യ എന്ന ആശയത്തെ സൃഷ്ടിച്ചിട്ടുള്ള വൈവിധ്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്, അതിനെ ശവപ്പറമ്പാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ 2 ഭാഗം ഒഴികെ ബാക്കിയൊന്നും പാടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സ്വതന്ത്രപൂർവ്വ ഇന്ത്യയുടെ അല്ലെങ്കിൽ അവിഭക്ത ഇന്ത്യയുടെ ആദ്യ അനുഭവങ്ങളിൽ വെച്ചിട്ട് കോൺഗ്രസ് എടുത്ത തീരുമാനമാണ്. കോൺഗ്രസിൽ വിഭിന്നമായ ധാരകൾ ഉണ്ടായിരുന്ന അന്നത്തെ പ്ലീനറി സെഷനിൽ പങ്കെടുത്ത തലപ്പൊക്കമുള്ള നേതാക്കന്മാരെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ 80ാം വാർഷികത്തിൽ അതിന് വഴിമരുന്നിരുത്തു വിട്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളമാണ്. കേരളത്തിൽ 105 MLA
നേതാക്കന്മാരുടെ അവിഭക്ത പിന്തുണയോടുകൂടെ ഇപ്പോഴധികാരത്തിൽ വന്നിട്ടുള്ള അഭിനവ RSS കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഓർഗനൈസർ RSSന്റെ മുഖമാസിക, നമ്മുടെ കോൺഗ്രസിന്റെ മുഖപത്രങ്ങൾ അഭിനന്ദിക്കുന്നതിന് മുമ്പ്, താമരപത്രം നൽകുന്നതിന് മുമ്പ് നാഗപ്പൂരിൽ നിന്നാണ് ഈ ഗവൺമെന്റുള്ള ആദ്യത്തെ അഭിനന്ദന താമരപത്ര പട്ടും വളയവും കരസ്ഥമാക്കിയത്. എങ്ങനെയാണ്? ഈ ഗാനാലാപനം പൂർത്തീകരിച്ചുകൊണ്ടാണ്. ഇന്ന് AICC ഓഫീസിൽ പൂർത്തീകരിച്ചു ഇല്ലേ? അതിന്റെ തുടർച്ചയിൽ കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിലും പൂർത്തീകരിച്ചു. ചോദ്യം എന്താണ്? ചോദ്യം വന്ദേ മാതരം പൂർണ്ണമായി പാടണോ വേണ്ടയോ എന്ന ചെറിയ ചോദ്യത്തിനപ്പുറം ഇന്ത്യൻ വർഗീയതയുടെ വാഴ്ത്തുപാട്ടിനെ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന്റെ മുമ്പിൽ യെസ് ഓർ നോ എന്ന് പറയുന്നത് പർവ്വത സമാനമായ വലിപ്പമുള്ള ഒരു യെസ്സും ഒരു നോയുമാണ്. വന്ദേ മാതരം പൂർണ്ണമായി പാടണമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ RSSന്റെ താമ്രപത്രവുമായി ഇപ്പൊ സർവകലാശാലയിൽ അടയിരിക്കുന്ന ഒരു വൈസ് ചാൻസലർ പറയുന്നത് പോലെ അതൊരു അമ്മയെ മടങ്ങലല്ല, അത് ബഹുസ്വരതയെ നിന്ദിക്കലാണ്, ഇതര മതവിശ്വാസങ്ങളെ നിന്ദിക്കലാണ്, ഇതര വൈവിധ്യങ്ങളെ നിന്ദിക്കലാണ്. അത് എന്റെ ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ളത് ഒരു CPM അഭിപ്രായം മാത്രമല്ല, ഇന്ത്യ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായമാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ബഹുമാനിയായ അഭിഭാഷകൻ ശ്രദ്ധേയമായ ചില സൈറ്റേഷൻസ് നടത്തി ഇല്ലേ? ആ സൈറ്റേഷൻസിൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള, എന്റെ ഓർമ്മ ശരിയെങ്കിൽ 971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് ആദ്യമായി പാസ്സാക്കപ്പെടുന്നത്. 971 നിയമത്തിന്റെ ഭേദഗതിയാണ് 2026 BJP ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അവർ അതിനെ വന്ദേ മാതരത്തെ കൂടെ അതിന്റെ കള്ളികളിലേക്ക് ഉൾപ്പെടുത്തി. അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാ കിട്ടിപ്പോയ ഒരു അവസരം, കേരളത്തിലും RSS അജണ്ട നടപ്പിലാക്കാൻ കിട്ടിപ്പോയ അവസരം എന്ന രൂപത്തിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്, പ്രസിഡന്റ് ഒപ്പിട്ടു, BJP ഗവൺമെന്റ് നടപ്പിലാക്കി, ഇനി നമുക്കത് പൂർണ്ണമായി ആലപിക്കാല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ പറഞ്ഞില്ലേ വാർത്താ സമ്മേളനത്തിൽ? ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന എന്താണ്? ഇത് പൂർണ്ണമായി പാടുക എന്നുള്ളത് നിയമവിധേയമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. നാഷണൽ സോങ് അല്ല. ബഹുമാനീയനായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച കേസ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതിലെ സുപ്രീം കോടതി ഉത്തരവാണ്. ബിജോയ് ഇമ്മാനുവൽ, ബിന്ദു മോൾ, ബിനോയ്, ജഹോവ വിറ്റ്നസ് ആയിട്ടുള്ള ഈ മൂന്നാളുകൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ, നാഷണൽ ആന്തം ആലപിക്കുമ്പോൾ ആ നാഷണൽ ആന്തം ഞങ്ങൾ ചൊല്ലാൻ തയ്യാറല്ല, പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണ്. അത് ഞങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് അതിന്റെ ഭാഗമാണ് എന്നത് ചൂണ്ടിക്കാട്ടി ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് കേരള സ്റ്റേറ്റ് ഓഫ് കേരള 986 സുപ്രീം കോടതി പ്രധാനപ്പെട്ട വിധി പ്രസ്താവിച്ചു. എന്താ വിധി പ്രസ്താവം? നോട്ട് മാൻഡേറ്ററി. നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്, നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. ഇൻട്രപ്ഷൻ ഓർ ഡിസ്റെസ്പെക്ട് ഇത് രണ്ടും ഉണ്ടാകാൻ പാടില്ല. ഏത്? വന്ദേ മാതരത്തിലല്ല, ഇന്ത്യയുടെ നാഷണൽ ആന്തം, നമ്മുടെ ജനഗണമനയിൽ പോലും തടസ്സപ്പെടുത്തൽ പാടില്ല, അതോടൊപ്പം ബഹുമാനക്കുറവ് പാടില്ല. ഇത് രണ്ടുമേ പറയുന്നുള്ളൂ. നിർബന്ധമായും പാടണമെന്ന് നമ്മുടെ നാഷണൽ ആന്തത്തെ കുറിച്ച് പോലും ജനഗണനയെ കുറിച്ച് പോലും പറയുന്നില്ല. എന്നിട്ടാണ് ഇന്ത്യയിൽ RSSഉം അത് ഏറ്റുപാടി AICC ഓഫീസും കർണാടകയും ഹിമാചലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇത് പാടിയേ പറ്റൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു സംശയവുമില്ല, വർഗീയതയുടെ മുമ്പിൽ മുട്ടിലടയുന്നതാണ്, ചുരുങ്ങിയ ഭാഷയിൽ കുനിഞ്ഞു നിൽക്കുന്നതാണ്, അവരുടെ ആദരവ് ഏറ്റുവാങ്ങാൻ എന്ത് പണിയും ചെയ്യാമെന്ന് പറയുന്നതാണ്. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ കോൺഗ്രസിനൊരു നയമുണ്ട് വന്ദേ മാതരത്തെ കുറിച്ചാണ് എങ്കിൽ അത് ഇന്ത്യയൊട്ടാകെ ഒരു നയമായിരിക്കണം. AICCയിൽ ഇന്ന് ശരിയാണ്, അത് കോൺഗ്രസിന്റെ തന്നെ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നും മറ്റൊന്ന് കസേര ചോദിക്കുന്നതാണ് എന്നുള്ളതും. യഥാർത്ഥത്തിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നയം എന്താണ്? അത് നിർബന്ധിതമാണ്, നിയമത്തിന്റെ ഭാഗമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്ത് നടപ്പിലാക്കിയുമില്ല. അപ്പോൾ നയം എന്താണ്? മാധു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട നയം ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചതല്ലോ. വാസ്തവത്തിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായപ്പോൾ അത് സംബന്ധിച്ച് പല വർഗീയവാദികൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ് ആണ് 937 തന്നെ ഇത് സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ടൊരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനമാണ് രാജ്യം ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ മതേതരത്വം ഉപദേശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ലോ ഈ വന്ദേ മാതരം സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അതിൻ്റെ ശീർഷരായിട്ടുള്ള നേതാക്കൾ സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും അതുപോലെ തന്നെ ഉള്ള നേതാക്കൾ എല്ലാവരും ടാഗോറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടിയിട്ടെടുത്തൊരു തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനം 930 ശേഷം തന്നെ എടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ തീരുമാനം മാറ്റാനൊന്നും ഇതുവരെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ തീരുമാനമില്ല, മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ തീരുമാനം അസന്നിഗ്ധമായി പാർലമെൻറ്റിലും പലതവണ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വന്ദേ മാതരം എന്നുള്ള ദേശീയ ഗീതം അതിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ആലപിക്കാവുന്നതാണ്, അത് ദേശീയതയോട് ഒത്തുചേർന്നതാണ് എന്ന ടാഗോറിൻ്റെ ഉപദേശപ്രകാരം അതാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം രാജ്യത്തെ മറ്റ് മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം ആലപിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാൽ അത് ആലപിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അസന്നിഗ്ധമായിട്ടുള്ള നിലപാട്. അതിലൊരു മാറ്റവും ഒരു കാരണവശാലും സംഭവിക്കില്ല.
ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് പാടുന്ന കാര്യത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി കാണിച്ച് ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന വർഗീയവാദികൾക്ക് മരുന്നിട്ട് കൊടുക്കുന്ന പരിപാടി ആരും ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചു പോയി. അതിൻ്റെ ന്യായീകരണമൊന്നും ഞാൻ ഈ ചർച്ചയിൽ വന്നിരുന്ന അതിനെ ന്യായീകരിക്കുമെന്നും അത് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഞാൻ ന്യായീകരിക്കാൻ വന്നയാളുമല്ല. പക്ഷേ ആ നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സുവ്യക്തമാണ്. ആ നിലപാട് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും എടുത്തതല്ല. അത് എത്രയോ ദീർഘകാലം മുമ്പ് തന്നെ കോൺഗ്രസ് എടുത്ത നിലപാട്. അത് രാജ്യത്തിൻ്റെ നിലപാടാണ്. കോൺഗ്രസ് എടുത്ത നിലപാടാണ് രാജ്യത്തെ നിലപാട്, അല്ലാതെ CPM എടുത്ത നിലപാടല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നിലപാടല്ല. അത് കോൺഗ്രസ് നേതാക്കന്മാർ ചർച്ച ചെയ്തെടുത്ത നിലപാടാണ്. ആ നിലപാട് രാജ്യത്തിന്റെ നിലപാടാണ്. വന്ദേമാതരം രാജ്യത്തെ ഒരുമിപ്പിക്കാനുള്ളതായിരിക്കണം, രാജ്യത്തെ വിഭജിക്കാനുള്ളതായിരിക്കരുത്. ഇവിടെ BJP ആഗ്രഹിക്കുന്നെന്താ, സംഘപരിവാർ ആഗ്രഹിക്കുന്നെന്താ, രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുകയാണ് അല്ലേ. ഇത് പാടുന്ന സമയത്ത് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഉൾപ്പെടെയുള്ള ഇതര സമുദായങ്ങളിൽപ്പെട്ടവർക്ക്, ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഹിന്ദു ദേവീ ദേവന്മാരെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള വരികൾ വരുമ്പോൾ വിശ്വാസപരമായിട്ട് അവർക്ക് പ്രയാസം ഉണ്ടാക്കും. അത് ആ പ്രയാസം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഞങ്ങളിതൊന്ന് പാടിപ്പിക്കും എന്ന ഒരു ദുർബുദ്ധിയാണ്, ഒരു കുബുദ്ധിയാണ് ഇതിന് പിന്നിലുള്ളത്. ആ കുബുദ്ധി അവരെ വിജയിക്കാൻ വേണ്ടി, അവർക്ക് അനുകൂലമായ നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരമൊരു വിവാദത്തെ CPM ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര ആശയമുണ്ട്, കോൺഗ്രസ് ഈ രാജ്യത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമുണ്ട്, വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാട് എന്തോ തെറ്റാണെന്ന് പറഞ്ഞു വയ്ക്കുക വഴി BJPക്ക് അനുകൂലമായിട്ടുള്ള നറേറ്റീവ് സൃഷ്ടിക്കാൻ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. ഇത് സംഘപരിവാറിൻ്റെ ആൾ ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൊണ്ട്, കണ്ടോ കോൺഗ്രസിനുള്ളിൽ ഇതിലൊരു പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കേണ്ടത് CPMന്റെ ബാധ്യതയായി മാറി. BJPയുടെ ആൾ വിളിക്കാത്തത് കൊണ്ടോ അല്ല വിളിച്ചിട്ട് വരാത്തതുകൊണ്ടോ എനിക്കറിയില്ല, CPMന്റെ പ്രതിനിധി ഉള്ളത് കൊണ്ട് വരാത്തതായിരിക്കാം. കാരണം ഇപ്പോൾ BJPയുടെ നിലപാട്, RSSന്റെ നിലപാട് ഏറ്റവും ശക്തമായി പറയുന്നത് CPM ആണല്ലോ. അവര് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ RSSന് വിടുവേല ചെയ്തവരാണ്. RSSന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ്. ദത്താത്രേയ ഒസബളയെ കാണാൻ സ്വന്തം പോലീസ് ചീഫിനെ അയച്ചവരാണ്. RSSന് വേണ്ടിയിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടി പിൻവാതിലൂടെ പോയി CPIയെ പോലും അറിയിക്കാതെ ഒപ്പിട്ട് കൊടുത്തവരാണ്. എത്രയോ കാര്യങ്ങൾ RSSന് വേണ്ടി ചെയ്തു കൊടുത്തവർ, സംഘപരിവാറിന്റെ ദാസ്യപ്പണി എടുത്തവർ, 10 വർഷക്കാലം സംഘപരിവാറിന്റെ ദാസ്യവേരെടുത്തതിന്റെ പേരിൽ കേരളത്തിലെ ജനത ചവിട്ടി പുറത്താക്കിയവർ ഇന്ന് ഞങ്ങളെ മതേതത്വം പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് വിനയപൂർവ്വം പറയാനുള്ളത്. ഇത് സ്വാതന്ത്ര്യ ദിനമാണ്, 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. ആ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ നിലപാട് പൂർത്തീകരിക്കും. ഞങ്ങളുടെ നിലപാട് ഇത് സുവ്യക്തമല്ലേ മാധു. ഞങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, എവിടെയും വന്ദേമാതരം ഞങ്ങൾ ആലപിച്ചിട്ടില്ല. അത് വന്ദേമാതരത്തോടുള്ള ഒരു തരത്തിലുള്ള ബഹുമാനക്കുറവുമല്ല, മറിച്ച് വന്ദേമാതരത്തെ വർഗീയ വിഭജനത്തിനുള്ള ഒരു സംഗതിയായിട്ട് വർഗീയവാദികൾ ഉപയോഗിക്കുമ്പോൾ അതിനെ തടയിടേണ്ടതുണ്ട്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ ആളുകൾ മാത്രം ജീവൻ ത്യജിച്ച് വാങ്ങി തന്നാണോ? അല്ലല്ലോ. ഈ രാജ്യത്തെ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. ആന്തമാനിലെ കാരാഗൃഹത്തിൽ പോയി കിടന്നിട്ടുണ്ട്. അവരെല്ലാവരും സ്വന്തം ജീവിതം പോലും ബലിയർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനെ വിഭജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്. ഒരിക്കലും ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു സംഭാവന ചെയ്യാത്ത ആളുകൾ ഇവിടെ വന്ദേമാതരത്തെ ഇപ്പോൾ രാജ്യത്തെ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിൽ ചിലർ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ആ അസ്വസ്ഥത പ്രകടനം പോലും ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നിലപാടിന്റെ സൂചനയാണ്. അവിടെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പിഴവ് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ശരി, ശ്രീ AK അനുരാജ, ഇപ്പോൾ ജനഗണമന അത് ദേശീയ ഗാനമായും വന്ദേമാതരം ദേശീയ ഗീതമായും അംഗീകരിക്കുന്നുണ്ട്. അത് 1950 ജനുവരി 24 അംഗീകരിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഡയറക്ഷൻ അടക്കം നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും എഴുതിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദേശീയ ഗീതത്തിൻ്റെ വരികളെക്കുറിച്ച്, വരികളിൽ കൂട്ടിച്ചേർക്കലോ കുറയ്ക്കലോ എന്നതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട്, അതായത് വേണമെങ്കിൽ ദേശീയ ഗാനത്തിൻ്റെതിൽ മാറ്റങ്ങൾ വരുത്താം, പക്ഷേ ദേശീയ ഗീതത്തിൻ്റെ വരികൾ കൂട്ടിച്ചേർക്കുന്നതോ കുറയ്ക്കുന്നതോമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വന്നത്, അതായത് ആദ്യത്തെ 2 സ്റ്റാൻസയാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത്, മറ്റുള്ളത് ആ അംഗീകാരത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നീട് ഇപ്പോൾ ഈ 6 സ്റ്റാൻസുകളുമായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നത് പിന്നീട് ഇപ്പോൾ വന്ന BJP സർക്കാരിൻ്റെ നിലപാടാണ്. അത് ആലപിക്കണം എന്ന് എവിടെയും നിർബന്ധ ബുദ്ധ്യാ പറയുന്നില്ല. നിയമനിർമ്മാണം ഭേദഗതി വരുത്തുമ്പോൾ പോലും അതിൽ നിർബന്ധ ബുദ്ധ്യാ പറയുന്നില്ല എന്നതാണ് ശരി. ചെങ്കോട്ടയിൽ ഇന്ന് വന്ദേമാതരം ആലപിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ ആലപിക്കപ്പെട്ടില്ല. ഇന്നിപ്പോൾ മോഹനൻ കുന്നുമ്മൽ പോയി RSSന്റെ പരിപാടിയിൽ പറയുകയാണ്, അമ്മ ആര് എന്നറിയാത്തവരാണ് വന്ദേമാതരം ആലപിക്കാൻ തയ്യാറാകാത്തത് എന്ന്. ആ നിലയ്ക്ക് ഈ ഒരു വിഭാഗീയതയുടെ
അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദത്തിന്റെ കാരണമായി വന്ദേമാതരം മാറ്റേണ്ടതുണ്ടോ? അല്ല, ആരാണ് വിവാദമാക്കുന്നത്? അതായത് വന്ദേമാതരം ഏറ്റവും കൂടുതൽ പാടിയ പാർട്ടി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 40 വർഷത്തോളം പാടിയിട്ടുണ്ട്. പിന്നെയാണ് തിരുത്തൽ വരുത്തിയത്. അപ്പോൾ 40 വർഷം ശരി, 41ാമത്തെ വർഷം തെറ്റുമെന്നില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അത് തെറ്റിയതിലോ തിരുത്തിയതിലോ അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇപ്പം നമ്മളെത്ര ഇപ്പോൾ 80-85 വർഷത്തോളം മുന്നോട്ട് വന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്നു. ഇത് രാഷ്ട്രം ഒന്നാകെ എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് ഇതിനെ കണ്ടാൽ പോരെ? ഇതിപ്പോൾ എന്താണ് കോൺഗ്രസ് ചെയ്തതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്താണ്? കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ആ ഗീതം പാടിയത്. അപ്പോൾ ഇന്നത് കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനത്ത് പാടി. അതൊരു CD ആയിരുന്നില്ല. നമ്മളിപ്പം ഒരു ഇലക്ട്രോണിക് സിസ്റ്റം പ്ലേ ചെയ്തതാണെങ്കിൽ അതിനിടക്ക് നിർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇതല്ല, ഇത് അവിടെ അവരുടെ സേവാദളുടെ നേതൃത്വത്തിലും ആൾക്കാർ തന്നെ നിന്ന് പാടിയാണ്, ഗായകർ നിന്ന് പാടിയതാണ്. അപ്പോൾ ആ പാടിയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 വേർഷൻ കാണുന്നു. ഒന്ന് പറയുന്നു സോണിയാഗാന്ധിക്ക് ഇരിക്കാൻ കസേര ചോദിച്ചതാണ്. ആണെങ്കിൽ ശരിയാണ്, കാരണം അവർക്ക് പ്രായത്തിൻ്റെയൊക്കെ അസ്വസ്ഥതയുണ്ട്, ഇരിക്കാൻ കസേര വേണോ എന്ന് ചോദിച്ചാണെങ്കിൽ ശരി. ഇനി അതല്ല, നിർത്തണമെന്നാണ് പറഞ്ഞതെങ്കിൽ അവിടെ ഈ പാടുന്നവരോട് കുറച്ചുകൂടെ അടുത്തോട്ട് നിൽക്കുന്നതായിട്ട് വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഇടപെട്ടില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വളരെ സജീവമായിട്ട് ഇടപെടുന്ന യുവ നേതാവല്ലേ. ഇപ്പോൾ ഇന്നലെയൊക്കെ തന്നെ കണ്ടില്ലേ, ഇപ്പം പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി കണ്ടതൊക്കെ സ്റ്റേജിൽ അന്നേരം വളരെ എന്താ പറയുക, നമ്മളിപ്പം നമ്മുടെ മോണോ ആക്ടുകാരോ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റേജിൽ തത്സമയം അഭിനയിക്കുന്നു. പാർലമെന്റിൽ പോയി പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് അന്നേരം ആക്ട് ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം അതിൽ ഇടപെട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, ഇത് റിഹേഴ്സൽ ചെയ്യാതെ പാട്ട് പാടാൻ പറ്റുമോ? നമ്മൾ ആ ഒരു ടീം നേരത്തെ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഇവരാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പാടണം തീരുമാനിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പവൻ ഖേരയെ പോലെയുള്ള അല്ലെങ്കിൽ ജയറാം രമേശിനെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നു അത് പാടിയാൽ തെറ്റില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ ആരോ പരാമർശിച്ച് നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ഗീതമാണ് കോൺഗ്രസിൻ്റെത്, അത് BJP-ക്കാർ കൊണ്ടുപോകും. അങ്ങനെ ആർക്കും കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ദേശീയ ഗീതമാണല്ലോ. അപ്പോൾ എല്ലാ പാർട്ടികളും ആലപിക്കണം എന്നുള്ളത്, ആലപിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ അതിൻ്റെ രീതി നോക്കിക്കോളൂ. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് ഗൈഡ് ലൈൻസ് ആണ്, ഇപ്പോൾ നിയമ ഭേദഗതി കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് അവരതിനെ എതിർത്ത് ആ നിയമം അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ നിയമം അംഗീകരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിയാണല്ലോ, വളരെയധികം ചരിത്രമുള്ള പാർട്ടിയല്ലേ. അപ്പോൾ ആ പാർട്ടിക്ക് അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനേ ആ സംവിധാനത്തിന് പറ്റൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ കർണാടകയിലെ ഒരു പാടി, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ പാടിയെന്ന് പറയുന്നു, കേരളത്തിൽ ഒരിടത്ത് പാടിയെന്ന് പറയുന്നു. ഇനി മാത്രമല്ല ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ പാടിയിട്ടുണ്ട്, പല സ്കൂളുകളിലും പാടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വർഷമാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നിയമ സംവിധാനവും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആശയക്കുഴപ്പമുണ്ട്, സ്വാഭാവികമായിട്ടും അത് ശരിയായി വരും. അപ്പോൾ അതുകൊണ്ട് അത് ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരുപോലെ ഉൾക്കൊള്ളാമല്ലോ. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചവർ ആർക്കെങ്കിലും പാടണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം ദേശീയ ഗാനം പാടുമ്പോൾ തന്നെ അത് നമ്മുടെ നേരത്തെ ഈ 7th അഡ്വന്റിസ്റ്റിൻ്റെ സ്കൂളിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ കുട്ടികളെ പുറത്താക്കുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ വ്യാഖ്യാനിക്കാൻ കോടതികൾക്ക് അർഹതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ശത്രുതാപരമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. ഇത് വന്ദേമാതരം എന്ന ഗാനത്തോട് എന്തോ ഒരു അവേർഷൻ പോലെ വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ഇപ്പം നമ്മളിപ്പോൾ ടാഗോർ ഉൾപ്പെട്ട സമിതിയാണ് അത് വേണ്ടാന്ന് തീരുമാനിച്ച്, ടാഗോർ തന്നെയാണ് ഇത് ആദ്യം പാടിയത്. ഇതിന് ഈണം കൊടുത്ത് പാടിയത് ടാഗോറാണ്. കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ 1896 പാടി, 1937 വരെ പാടി. അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ചിലർ എന്താ അതിൽ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ പാടി. അപ്പോൾ അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. അതെന്താ ജനാധിപത്യ സംവിധാനത്തിൽ എതിർക്കാനുള്ള അർഹത അവർക്കുണ്ടല്ലോ. എന്ന് മാത്രമല്ല അന്ന് സ്വതന്ത്ര രാഷ്ട്രമായിട്ടില്ല. ഇനി ആലോചിച്ച് നോക്കണം, ബ്രിട്ടീഷേഴ്സ് എന്തുകൊണ്ടാണ് ഈ വന്ദേമാതരം ഈ ഗാനം നിരോധിച്ചത്? വന്ദേമാതരം ഉൾക്കൊണ്ട ആനന്ദമഠം എന്തുകൊണ്ടാണ് നിരോധിച്ചത്? അതിൻ്റെ ഉള്ളടക്കം കൊണ്ടാണ്. ഉള്ളടക്കം എന്താണ്? അത് ബ്രിട്ടീഷ് വിരുദ്ധമാണ്. ഇപ്പോൾ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത്. അപ്പോൾ ആ സമരത്തെ ഉയർത്തി കാണിക്കുന്ന നോവലാണ്. അപ്പോൾ അതിനകത്ത് ഈ ഗീതവും കൂടെ വരികയാണ്. അപ്പോൾ അതിനെ ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ബ്രിട്ടീഷുകാർ നിരോധിച്ച നമ്മുടെ സവർക്കറിൻ്റെ പുസ്തകത്തോടൊപ്പം നിരോധിക്കപ്പെട്ട പുസ്തകമാണിത്. അപ്പോൾ അത് ആ സമയത്ത് പാടുന്നവർക്കെതിരെ, സ്കൂൾ കുട്ടികൾക്കെതിരെ അന്ന് പിഴശിക്ഷ അടക്കം വിധിച്ചിട്ടുണ്ടെന്നാണ് കേസെടുത്തിട്ടുണ്ട് പലപ്പോഴും ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച ഒരു ഗാനം, ഒരു ഗീതം, അതങ്ങനെ ഒരു ഘട്ടത്തിൽ എപ്പോഴാണ് വരുന്നത്? ഈ ദുരാഷ്ട്രവാദമൊക്കെ വരുമ്പോഴാണ് ശക്തമായിട്ട് ഇത് വന്ദേമാതരത്തിനെതിരെ ഒരു വിമർശനം വരുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്നത് തീരുമാനിച്ചു, പാടുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് കോൺഗ്രസിൻ്റെ തീരുമാനം. ഈ പറഞ്ഞ എങ്ങനെയാണോ കോൺഗ്രസ് സമിതികൾ ചേർന്ന് തീരുമാനിച്ചു, അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ, പുറത്തുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ അർഹതയില്ല. അത് പക്ഷേ കോൺഗ്രസ് അങ്ങനെ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ ഗാനമോ ദേശീയ ഗീതമോ പാടണമെന്നില്ല, അതിന് ആദരവ് കാണിച്ചാൽ മതി എന്ന് പറയുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ പൊതുവേ ഇപ്പോഴുള്ള പുതിയൊരു സാഹചര്യത്തിൽ വന്നിരിക്കുന്നത് വന്ദേമാതരം പാടുക എന്നുള്ളതാണ്. ഇപ്പോൾ BJP പോലുള്ള പാർട്ടികളുടെ വേദികളിൽ പാടുന്നുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ വേദികളിൽ പാടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാടുന്നു. കേരളത്തിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടല്ലോ, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാടി, പിന്നീട് പാടിയില്ല എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ ഈ രീതിയിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ കൈക്കൊണ്ട ഒരു സമീപനം, ഒരു രീതി എന്ന് പറയുന്നത്, അതിൻ്റെ AICC ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമല്ലേ, അവിടെ അതിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുള്ള വേദിയിൽ വെച്ച് അത് പാടി. അപ്പോൾ വളരെ നല്ല കാര്യമാണ്, നമ്മളത് അംഗീകരിക്കേണ്ടതാണ്.
അപ്പോൾ അത് ഇനിയിപ്പം ഇതിൻ്റെ ഒരു സംവിധാനമൊക്കെ ആയി വരാനിരിക്കുന്നുള്ളൂ. ഇപ്പം നമ്മളിപ്പം സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഇവിടെ പാടണോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അത് അവിടെ ഉണ്ട്. അപ്പോൾ അത് സംസ്ഥാന സർക്കാർ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, പിൻവലിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു DPI കൊടുത്ത ഇൻസ്ട്രക്ഷനിൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, അതായത് വന്ദേ മാതരത്തെക്കുറിച്ച് പറയുന്നില്ല, ദേശീയ ഗാനം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇനിയും നമുക്ക് എല്ലാവർക്കും ചോദ്യം ചെയ്യാലോ, കോടതിയിൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ നിയമത്തിൽ പുതിയ പരിഷ്കാരം ഭാവിയിൽ വേണം വീണ്ടും നിയമം മാറ്റാം, അതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ജനാധിപത്യ സംവിധാനമല്ല. ചർച്ച ഒരു തരത്തിലും അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട് യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ആരും സംസാരിച്ചതിൽ ഇടപെടാതിരിക്കും എല്ലാവർക്കും പൂർണ്ണമായി പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വന്ദേമാതര ഗാനാലാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രതികരണം വളരെ ചെറുതാണ്, കേൾക്കാം. നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാൻ. ശരി, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇത് വസ്തുതാപരമായിരുന്നോ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വരുന്നൊരു ചോദ്യം. അതുകൊണ്ടാണ് ഇന്നിത് ആലപിക്കപ്പെടുമോ ഇല്ലയോ എന്നൊരു സംശയവും ചർച്ചയും പോലും ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് കൂടിയാണ്. ഇത് വസ്തുതാപരമായിരുന്നുവോ? വസ്തുതാപരമായിരുന്നോ എന്നതുകൊണ്ട് മധു എന്താണ് ഉദ്ദേശിച്ചത്? നിയമം പാസ്സാക്കിയിട്ടുണ്ട്, അതിന് പ്രകാരം മുഴുവനായി വസ്തുതാപരമല്ല എന്ന് തോന്നിയത് മുഴുവനായി ആലപിക്കണം എന്ന അങ്ങേക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഞാനത് കേൾപ്പിക്കാൻ തയ്യാറാണ്. ഒരു പക്ഷേ യെസ്, ഞാൻ കേട്ടിരുന്നതാണ്. അങ്ങയുടെ ചോദ്യത്തിന്റെ ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നുണ്ട്. നിയമം പാസ്സാക്കിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ആലപിക്കണം. അവിടെ നാം രണ്ട് ഭാഗങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നിയമം പാസ്സാക്കിയിട്ടുണ്ട്, അപ്പൊ ഈ 71 നിയമം ഭേദഗതി ചെയ്ത് സെക്ഷൻ 3 വന്ദേ മാതരത്തിനെ കൂടെ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പൊ സെക്ഷൻ 3 പ്രകാരം രണ്ട് തരത്തിൽ ഈ വന്ദേ മാതരം അല്ലെങ്കിൽ ദേശീയ ഗീത ആലാപനവുമായി ബന്ധപ്പെട്ട് നമ്മളത് തടസ്സപ്പെടുത്തുകയോ അത് ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്താൽ എയും ബിയിലും ഈ രണ്ട് ആസ്പെക്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് പൂർണ്ണമായിട്ടും ചൊല്ലണം. അത് 1971 നിയമ ഭേദഗതിയിലല്ല അത് പറഞ്ഞിരിക്കുന്നത്, അത് കേന്ദ്ര സർക്കാരിന്റെ സർക്കുലറിലാണ്. കേന്ദ്ര സർക്കാരിന്റെ സർക്കുലറിൽ പറയുമ്പോൾ അതിനകത്ത് വരുന്നൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങൾക്ക് ബൈൻഡിങ് അല്ല. വേറസ് ഈ നാഷണൽ ഓണർ ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് എന്ന് പറയുന്നത് പാർലമെന്റിൽ പാസാക്കിയ നിയമമായതുകൊണ്ട് ഇന്ത്യയിലെമ്പാടും അതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഈ പൂർണ്ണമായിട്ടും ചൊല്ലണം എന്നുള്ളത് സർക്കുലറാണ് എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ഇന്ത്യയിലെമ്പാടും ആപ്ലിക്കബിലിറ്റി ഇല്ല. അങ്ങനെ ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് ശഠിക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയയില്ല എന്ന് ചോദിച്ചാൽ, ഈ ഭരണഘടനയിൽ ദേശീയ ഗീതത്തിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് നിയമനിർമ്മാണ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് ഈ ദേശീയ ഗീതം എന്ന് പറയുന്ന ഒരു പരാമർശമില്ല, ദേശീയ ഗാനത്തിനെ കുറിച്ചും ഒരു പരാമർശമില്ല. അപ്പൊ എങ്ങനെയാണ് പാർലമെന്റ് നിയമം ഉണ്ടാക്കിയത്? ഭരണഘടനയുടെ 248 വകുപ്പ് അനുസരിച്ച് ശിഷ്ടാധികാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന ഈ സബ്ജക്ട്സ് അത് 7ാമത്തെ പട്ടികയിൽ പറയുന്നുണ്ട്. അവിടെ ഒന്നും പറയാത്ത വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ആ ശിഷ്ടാധികാരം ഉപയോഗിച്ചിട്ടാണ് ഈ 1971 നിയമം വന്നിരിക്കുന്നത്. അപ്പൊ ആ നിയമം വാലിഡ് ആണ്, സംസ്ഥാനങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ നിയമത്തിൽ പറയാത്ത ഒരു വിഷയമാണ് ഈ സർക്കുലർ വഴി അത് കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗൈഡ് ലൈനിന്റെ ഒരു പവർ മാത്രമേ അതിനുള്ളൂ എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ചൊല്ലണമെന്നുള്ളത് അതൊരു ഗൈഡ് ലൈനായിട്ട് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്. സർക്കുലർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകളൊക്കെ നിയമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിമിതമായിട്ട് അതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ട്, അത് നിയമമാണ്. കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് നിയമമാണ്. കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിയമം ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു ലോ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ പരിപാടിയിൽ നിന്ന് അത് ഒമിറ്റ് ചെയ്തത് 71 നിയമത്തിന്റെ ലംഘനമായിട്ട് കണക്കാക്കുവാൻ കഴിയുകയില്ല.
ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുകയല്ല. ഇത് കേരള സർക്കാർ ഇത് ഒഴിവാക്കിയത് നിയമലംഘനമായി പരിഗണിക്കാൻ കഴിയുമോ എന്നായിരുന്നില്ല എൻ്റെ ചോദ്യം. നിയമനിർമ്മാണം ഉണ്ട്, രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമനിർമ്മാണമാണ്, അതുകൊണ്ട് മുഴുവനും പാടണം എന്ന് അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമാണോ, അങ്ങനെയാണോ അങ്ങ് കാണുന്നത് എന്നുള്ളതായിരുന്നു. ശരി, ഒന്നുകൂടി കേൾക്കാം. ഇല്ല, അല്ല 71 നിയമ ഭേദഗതിയുടെ ഭാഗമല്ല അത്. ശരി, 71 നിയമ ഭേദഗതിയുടെ ഭാഗമല്ല അത്. ശരി, ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അത് കേൾക്കേണ്ടതില്ല. ശ്രീ സന്ദീപ്, ഓക്കെ, ശ്രീ ജേക്ക് സി തോമസ്, ഈ ഒരു പ്രതികരണം കൊണ്ട് കൂടിയാണ് ഇന്ന് ഇത് ആലപിക്കപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നത്. 4-ാം തീയതി പൊതുഭരണ വകുപ്പ് പുറത്തിറക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനാചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്ദേമാതരമില്ല. 6-ാം തീയതി CS പുറത്തിറക്കുന്ന കാര്യത്തിൽ വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നത് പറയുന്നുണ്ട്. അത് ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല. വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിർദ്ദേശങ്ങൾ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയതാണ്. അതിൽ ഈ 6 ഖണ്ഡികകൾ പറയുന്നുണ്ട്. അതിനൊപ്പം വെച്ചിരിക്കുന്ന വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. ആ വെബ്സൈറ്റിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപമാണ് നൽകിയത്. മാത്രമല്ല, ഹർഘർ തിരങ്കയുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ 3-ാമത്തെ തവണയാണ് ഹർഘർ തിരങ്ക സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ആചരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വന്ദേമാതര ആലാപനം ഉണ്ടാകണം എന്നുള്ളതും പറയുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള കേന്ദ്ര നിർദ്ദേശങ്ങൾ നിയമബന്ധിതമല്ല എങ്കിലും ആലപിക്കപ്പെടേണ്ടതുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട് എന്നൊരു പ്രതികരണം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ മുരളീധരന്റെ ഭാഗത്തുനിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതിൻ പേരിലായിരുന്നു വിവാദങ്ങളൊക്കെ. ഞാൻ ഇപ്പോഴും പറയുന്നു, സംസ്ഥാന സർക്കാർ അത് നയമായി സ്വീകരിക്കുകയും കേരളത്തിൽ എവിടെയും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തു. പക്ഷേ അവസാന നിമിഷം വരെ ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ പിന്നെ എന്തിനായിരുന്നു? ആശയക്കുഴപ്പങ്ങൾ എന്തിനായിരുന്നു എന്ന ചോദ്യം യഥാർത്ഥത്തിൽ എന്നോടല്ല ചോദിക്കേണ്ടത്, ഇരിക്കട്ടെ. പക്ഷെ എനിക്കൊരു അല്പസമയം, ഇവരൊക്കെ എടുത്തതുപോലെ ദീർഘമായ സമയം വേണ്ട, പക്ഷെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾക്കോട് ഒന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട അല്പസമയം അങ്ങ് നൽകണം. ബഹുമാനായ സുപ്രീം കോടതിയിലെ നിയമവിദഗ്ധൻ കൂടിയായിട്ടുള്ള അഭിഭാഷകനോട് അങ്ങ് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ മുൻനിർത്തിയായിരുന്നു അങ്ങയുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ആധാരമായി അദ്ദേഹം പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ പ്രസിഡന്റ് ഒപ്പിട്ട് നിയമമാക്കിയിട്ടുണ്ട്, മുഴുവൻ പാടണം. ഇതാണ് ചോദ്യം. ഇത്രയും സങ്കീർണമായി അതിന് മറുപടി പറയേണ്ടതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ അത്ര നിയമപാണ്ഡിത്യം നിർബന്ധമായും എനിക്കില്ല. അത് പ്രേക്ഷകർക്കും അറിയാം, എനിക്കും സ്വന്തമായി ബോധ്യമുണ്ട്. പക്ഷേ എന്റെ അറിവ് കുറവ് കൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പച്ചക്കള്ളമാണ്, ഒരു പരമമായ നുണയാണ്. പ്രസിഡന്റ് ഒപ്പിട്ട് മാറിയ നിയമത്തിൽ ഇത് പൂർണ്ണമായി ആലപിക്കണമെന്ന് എവിടെയുമില്ല. കാരണം എന്താണ്? അദ്ദേഹം തുടർച്ചയിൽ വേണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടണം എന്ന് പറയുന്ന രീതി നമുക്ക് പാടില്ല. വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ നിയമപരമായി പൂർണ്ണമായി പാടേണ്ടതുണ്ടോ? പാടേണ്ടതില്ല. കാരണം എന്താണ്? ഇതിനേക്കാൾ വലിയ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നാഷണൽ ആന്തം പാടണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതി ആസ് പെർ ദ ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറഞ്ഞത് മാൻഡേറ്ററി അല്ല, അഡ്വൈസറി ആണ്, നിങ്ങൾക്ക് നിർബന്ധമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഡോണ്ട് ഡിസ്റെസ്പെക്ട്, ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല, ബഹുമാനക്കുറവ് കാണിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഈ ജനഗണമനയേക്കാൾ വലിയൊരു ഗീതവും എന്തായാലും 947 മുതൽ 2026 വരെയുള്ള 80 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിലില്ല. അത്രയും പറയാനുള്ള വിവേകവും ബുദ്ധിയും പരിമിതമായ തോതിൽ എനിക്കുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പച്ചക്കള്ളമാണ്, പൂർണ്ണമായി പാടണമെന്ന് എവിടെയുമില്ല. അത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട വസ്തുതയാണ്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ കോൺഗ്രസ് നയമെന്ന്. അങ്ങനെയാണെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഇന്ന് വേണമെങ്കിൽ നടപ്പിലാക്കാമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഈ നിലപാട് തന്നെ പറയായിരുന്നു. അപ്പോൾ അതിലൊരു പുനർചിന്ത ഉണ്ടായിട്ടുണ്ട് എന്നില്ലേ? അത് ഇനിയിപ്പോ അദ്ദേഹം അതുകൂടെ നടപ്പിലാക്കിയാൽ AICC ആഫീസിലോ KPCC ആഫീസിലോ പോയിരിക്കേണ്ട വരത്തില്ല. പുതുതായി പണിത മാരാർജി ഭവനിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ മാറ്റിയിട്ട് അദ്ദേഹം പോയി ഇരിക്കേണ്ടതായി വരും. അപ്പോ ഇപ്പൊ 2026 പശ്ചാത്തലത്തിൽ അദ്ദേഹം നിലവിൽ അതിന് തയ്യാറില്ല. ഇനി 31 വരെയുള്ള 5 വർഷക്കാലത്തിനിടയിൽ അതിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ബാക്കി കാര്യം, ബഹുമാനിയനായ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സ്റ്റാൻഡ് ഉണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെയല്ല. 936 പ്ലീനറി സെഷനിൽ തന്നെ ടാഗോറിനെ സാക്ഷി നിർത്തി. അതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, അദ്ദേഹം ആവർത്തിച്ചു. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കോൺഗ്രസ് സ്റ്റാൻഡ് എടുത്തു. എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ സംഭവിച്ചത് പിഴവാണ് അല്ലേ? അത് എത്ര പിഴവാണ് ഇന്ന് സംഭവിച്ചത്? പ്രേക്ഷകരായിട്ടുള്ള കോൺഗ്രസ്സുകാർ അടക്കമുള്ള വിവേകവും ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കണമല്ലോ. ഇന്ന് മാത്രം സംഭവിച്ച പിഴവ് എത്രയാണ്? AICC ഓഫീസിൽ ഒരു പിഴവ്, കർണാടക സർക്കാരിന്റെ 2ാമത്തെ പിഴവ്, ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെ 3ാമത്തെ പിഴവ്, നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അല്പമാസങ്ങൾക്ക് പുറകിൽ വേറൊരു പിഴവ്, അതിനുശേഷം ഇന്ന് കേരളത്തിലെ സർക്കാരിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് ഓഫീസിൽ പുതിയൊരു പിഴവ്. ഈ പിഴവുകൾക്കെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പിഴവ് എങ്ങനെ ഉണ്ടാകുന്നു? കോൺഗ്രസ് നേതാവേ, ഈ പിഴവുകൾ നടത്തിയ AICC ഓഫീസിലെ ഗായക സംഘം, കർണാടക ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന DK ശിവകുമാർ, ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്വിന്ദർ സിംഗ് സുഖു, നമ്മുടെ വനം മന്ത്രി, അതേപോലെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിന് നേതൃത്വം നൽകിയിട്ടുള്ള കേരളത്തിലെ
UDF ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം പിഴവുകൾ ചെയ്താൽ തെറ്റുതിരുത്തി നടപടിയെടുക്കുക എന്നുള്ളതല്ലേ നമുക്ക് എല്ലാവർക്കും ഗോപ്യമായ ഒരു മാർഗം? ആ പിഴവ് തിരുത്തൽ സമീപനം അങ്ങ് സ്വീകരിക്കുമോ? എന്നിട്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് പറയുകയാണ് നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കല്ലേ, വിമർശിച്ചാൽ നിങ്ങൾ BJP ആകും. എന്റെ പൊന്നു ബഹുമാനായ കോൺഗ്രസ് നേതാവേ, കാലം എത്രയായി, വെള്ളം എത്ര ഒഴുകിപ്പോയി. നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ BJP ആക്കുവോ? അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സമീപത്ത് RSSന്റെ മുട്ടുകുത്തിച്ച് നടന്ന 2 സമരമായിരുന്നില്ലേ? ഒന്ന് ജന്തർ മന്ദർ സമരം, 2 അതിനു മുമ്പ് കർഷക സമരം. 763 കർഷകർ ജീവനൊടുക്കി. ഇന്ത്യയിൽ കോൺഗ്രസിന് ഒരു കർഷക സംഘടനയുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ RSS തോറ്റുപോയത് കർഷക സമരത്തിന് മുമ്പിലാ. നിങ്ങളുടെ ആരവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്ത് പങ്ക് RSSനെ തോൽപ്പിക്കുന്നതിലുണ്ടായിരുന്നത്? ഇപ്പൊ ജന്തർ മന്ദർ സമരം, ആ ജന്തർ മന്ദർ സമരത്തിന്റെ നേതൃപദവി അലങ്കരിച്ചിരുന്ന അഭിജിത്ത് ദീപ് കെ എന്ന അമേരിക്കൻ സർവകലാശാലയിലെ വിദ്യാർത്ഥി എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും RSS ജയിക്കുമ്പോൾ മതനിരപേക്ഷവാദിയായ, അദ്ദേഹം ഏത് പാർട്ടി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, മതനിരപേക്ഷവാദിയായ അഭിജിത്ത് ദീപ് കെ എന്ന ഇന്ത്യൻ വിദ്യാർത്ഥി, ഞാൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അയാളുടെ പ്രതികരണം എന്താണ്? RSSന്റെ വിജയത്തിന്റെ കാരണമെന്ന് പറയുന്നത് അവർക്കെതിരെ ക്രീസിൽ ബാറ്റുമായി നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. പറഞ്ഞതാരാണ്? ഈ ജന്തർ മന്ദർ വിദ്യാർത്ഥി സമരത്തിൽ കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളുടെയും ജന്തർ മന്ദറിന്റെ പിന്തുണയോടുകൂടെ BJPയുടെ നേതാവ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച, ഇല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രാജിവെപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സമര നേതൃത്വം ഇന്ത്യയുടെ പുതുതലമുറയാണ് പറയുന്നത്. RSSന്റെ ഭാഗ്യം നിങ്ങളാണ് എന്നുള്ളത്. ഒറ്റ ഭാഗം കൂടെ പറയാൻ അങ്ങനെ അനുവദിക്കണം. അദ്ദേഹം ചോദിക്കുന്നു, പിന്നെ കോൺഗ്രസിനെ എതിർത്ത് ഈ പട്ടം നൽകിയല്ലോ, അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോഴൊക്കെയല്ലേ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇക്കാര്യത്തിൽ വിമർശനം ശക്തമായിട്ട് ഉന്നയിച്ചത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പ്രതീകമായി വന്നിരിക്കുന്ന ഞാനാണല്ലോ. അപ്പൊ ഇടതുപക്ഷക്കാർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല അല്ലേ? അങ്ങ് പറയുന്നതിന് ഞാൻ വിട്ടേക്കാം. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ചരിത്രബോധമുള്ള അങ്ങനെ ഒരാൾ കോൺഗ്രസിലുണ്ടെങ്കിൽ അവർക്കറിയാം പൂർണ്ണ സ്വരാജ് 921 അഹമ്മദാബാദിലെ കോൺഗ്രസിന്റെ പ്ലീനറി സെഷൻ, ആ പ്ലീനറി സെഷനിൽ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ച ആളുകളുടെ പേരെന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകം പറയണം. ഒന്നൊരു മുസൽമാനാണ്, രണ്ടൊരു ഹിന്ദുമത സന്യാസിയാണ്. ആ സന്യാസിയുടെ പേരെന്താണ്? സ്വാമി കുമാരാനന്ദ. മുസൽമാന്റെ പേരെന്താണ്? മൗലാന ഹസ്രത്ത് മൊഹാനി അല്ലെ? രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ആ 2 കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ത്യയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം ആദ്യം അവതരിപ്പിച്ചത്. ഇനിയിപ്പോ CPIMന്റെ കണക്കിലെ ഒറ്റക്കാരുടെ ഇനിയിപ്പോ CPIMന്റെ കണക്കിലേക്ക് വന്നാലോ, അങ്ങേക്കറിയാമോ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM രൂപീകരിച്ചപ്പോൾ നവരത്നാസ് 9 പേരായിരുന്നു അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായി ഉണ്ടായിരുന്നത്. 9 പേർ ആകെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്ന വർഷം എത്രയാണെന്നറിയാമോ? BT രണദിവെ, P സുന്ദരയ്യ, M ബസവപുന്നയ്യ, ഹർകിഷൻ സിംഗ് സുർജിത്ത്, EMS നമ്പൂതിരിപ്പാട്, AKG, P രാമമൂർത്തി, പ്രമോദ് ദാസ് ഗുപ്ത, ജ്യോതി ബസു. 60 വർഷവും 3 മാസവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ 9 പേർ മാത്രം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജയിലിൽ കിടന്നത്. 60 വർഷവും 3 മാസവും. 10 പേരെ കാണിക്കാവോ കോൺഗ്രസിന്? ഞങ്ങൾ ചെറിയ പാർട്ടിയാണല്ലോ. പിന്നെ BJP ഞാൻ ഇടപെടുകയാണ്. അല്ലല്ല, ഇത്രയും സമയം അനുവദിക്കാൻ കഴിയില്ല. ജേക്കനോട് ക്ഷമിക്കണം. 2 പേരിലേക്ക് കൂടി പോകാനുണ്ട് ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെത് അസന്നിഗ്ധമായ നിലപാടാണ് എന്നത്. AICC മുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആകെ ഈ അസന്നിഗ്ധമായ നിലപാട് പലതവണ, നേരത്തെ ജെക്സി തോമസ് എണ്ണി പറഞ്ഞത്ര തവണ ആ നിലപാട് തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ്? അല്ല, അത് 2 കാര്യമുണ്ട്. ഒന്ന്, ഗവൺമെൻറ് മെഷീനറിയുടെ ഭാഗത്ത് നിന്ന് പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല സംസ്ഥാന ഗവൺമെൻറ്റുകളിലും ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുറത്ത് വന്നിട്ടുള്ള സർക്കുലർ അനുസരിച്ചിട്ടുണ്ടാകാം. അവിടെ അത് സംബന്ധിച്ചൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു വിവാദം അവിടെ ഈ മീഡിയയുടെ ഭാഗത്ത് നിന്ന് ഇത്ര ഹൈപ്പൊന്നും ഇല്ലാത്ത സംസ്ഥാനങ്ങളായതുകൊണ്ട് ആ സാഹചര്യത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ACCയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, ഇതൊരു പിശകായിരിക്കാം. കേരളത്തിൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ ദിവസേന ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറയുന്നതുകൊണ്ടും കേരളത്തിലെ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പാടേണ്ടതില്ല. പാടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുതിയ സർക്കുലർ അനുസരിച്ച് ഒരു പക്ഷേ ചെല്ലേണ്ടി വന്നത് അതൊരു ഡിബേറ്റബിൾ വിഷയമാണ്. നിയമവിദഗ്ധർ പലതരത്തിലുള്ള അഭിപ്രായം പറയാം അത് സംബന്ധിച്ച്. പക്ഷേ കേരളത്തിലെ സർക്കാർ കൃത്യമായ തീരുമാനമെടുത്തു. എന്താണ്? വന്ദേമാതരം ആലപിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഒന്നത്, അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ നിലപാട് സംബന്ധിച്ച് ഒരു ചോദ്യത്തിൻ്റെയോ തർക്കത്തിൻ്റെയോ അവസരമേ ഉയരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? കോൺഗ്രസിന് നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ദേശീയ തലത്തിൽ 37 എടുത്തിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. അതേ നിലപാടാണ് പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ നിരവധി ഘട്ടങ്ങളിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാട് സുവ്യക്തമാക്കുന്നു. അവിടെ ACCയിൽ സംഭവിച്ചിട്ടുള്ളത് എന്താ?
അത് അവിടെ ഒരു പെശകായിട്ട് മാത്രമേ കാണാൻ എനിക്ക് സാധിക്കുള്ളൂ. അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ ഞാനില്ല എന്ന് ആദ്യമേ പറഞ്ഞു. 2, ഇവിടെ ഞാൻ വാസ്തവത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ചത് സംഘപരിവാറിനെയായിരുന്നു. അത് പെട്ടെന്ന് പിന്നെ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ജയിക്കിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും എന്തിനാണെന്ന് തോന്നിയത് എനിക്കറിയില്ല. ഇനി ഞാൻ അവരെ ആക്രമിക്കാൻ ഉദ്ദേശിച്ച ആളല്ല, പക്ഷേ അദ്ദേഹത്തോട് ചരിത്രപരമായിട്ട് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അദ്ദേഹം പറഞ്ഞു. എനിക്ക് ചരിത്രപരമായി വിവരമില്ലാത്തവനാണെന്ന് അദ്ദേഹം ഇവിടെ പിന്നെ സൂചിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് നിറയെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ, നെഹ്റു 9 വർഷം കിടന്ന്, രാജേന്ദ്ര പ്രസാദ് വർഷങ്ങളോളം കിടന്നിട്ടുണ്ട്, ഗാന്ധിജി 6 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. എല്ലാ കോൺഗ്രസ് നേതാക്കളും വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. അത് അവിടെ നിൽക്കട്ടെ. 1942 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ ലാത്തിയടിയേറ്റ് പൊളയുമ്പോൾ, അവരെല്ലാവരും ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടൻ നിരോധനം നീക്കിക്കൊടുത്തത്? നിങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടൻ്റെ ഒക്കച്ചെങ്ങായിമാരായി മാറി? ആ ചരിത്രം ഒന്ന് പറയാവോ? അപ്പോൾ നിങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ മൊത്തമായും ചിലരായും ഒറ്റിക്കൊടുത്ത് അതിന്റെ പൈസയും വാങ്ങിയവരാണ് ഇന്ത്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കണ്ട. ഇവിടെ ബ്രിട്ടീഷുകാരുമായി കൈകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരാണ്. ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യമുള്ളവർ കോൺഗ്രസ്സുകാരെ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയതയെക്കുറിച്ചോ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കാൻ നിൽക്കുന്നത് ഞാൻ ഈ വിഷയം ചർച്ചയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതേയല്ല. ഞാൻ സംഘപരിവാറിനെ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് പൊള്ളിയത് കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഓക്കെ, ശ്രീ സന്ദീപ് വാര്യർ, അങ്ങനെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ CS-ന്റെ നിർദ്ദേശപ്രകാരം ഇവിടെയും ഈ പറയുന്ന വന്ദേമാതര ആലാപനം ഉണ്ടാകുമായിരുന്നു. അത് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് പ്രകടമായത് എന്ന് ഒരേ സമയം പറയുകയും മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കോ കോൺഗ്രസ് ഭരണകൂടങ്ങൾക്കോ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ല എന്ന് പറയുകയുമാണോ? അല്ല, രാഷ്ട്രീയ ശക്തി ഇല്ലായ്മയല്ല. അവിടെ അതൊരു കോൺട്രവേഴ്സ്യൽ പോയിന്റായിട്ട് അവിടുത്തെ മീഡിയയോ അവിടെ ആരും അത് റേസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ നാളെ മുതൽ ഒരുപക്ഷെ പുതിയ തീരുമാനം വരുമായിരിക്കാം. അവിടെ ഒരിക്കലും പൊളിറ്റിക്കലി അങ്ങനെ ഒരു തീരുമാനം, രാഷ്ട്രീയ പാർട്ടി എന്നുള്ളൊക്കെ കോൺഗ്രസിൻ്റെ തീരുമാനം അത് വ്യക്തമാണ്. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ അത്തരം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തിരുത്തപ്പെടേണ്ടതാണ്. അതിന് എന്താ തർക്കമുള്ളത്? കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും കേരളത്തിലെ ഗവൺമെൻറ്റും വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് ഇവിടെ നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങൾ ആരും ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് BJP-യുടെ വർഗീയ അജണ്ടയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ BJP ഈ ചർച്ചയിൽ BJPക്ക് വേണ്ടി നെറേറ്റീവ് സൃഷ്ടിക്കുന്ന ആരാ? കോൺഗ്രസിന് എന്തോ ഇതിൽ കോൺഗ്രസ് ഒരു വർഗീയത കാണിച്ചു എന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇതിലൊരു പിഴവ് കാണിച്ചു എന്നോ അതിൽ ആഹ്ലാദിക്കുന്ന CPM-ന്റെ അകത്ത് അല്ലെങ്കിൽ CPM പ്രതിൻ്റെ അകത്ത് ആത്യന്തികമായി ഉള്ളത് എന്താ? BJP-യുടെ നെറേറ്റീവ് എങ്ങനെയെങ്കിലും ജയിച്ചോട്ടെ, BJPക്ക് എങ്ങനെയെങ്കിലും ഒരു സ്കോർ കിട്ടിക്കോട്ടെ എന്നുള്ള ചിന്തയല്ലേ? ഇവിടെ വാസ്തവത്തിൽ BJPക്ക് വേണ്ടി ഡിഫൻസ് ഒരുക്കിയല്ലേ ഇവർ ചെയ്യുന്നത്. BJP മുന്നോട്ട് വയ്ക്കുന്ന വിഭജന രാഷ്ട്രീയത്തിന്, വിഘടന രാഷ്ട്രീയത്തിന്, വർഗീയ രാഷ്ട്രീയത്തിന് വളവും വിത്തും കൊടുക്കുന്ന ചർച്ചയിൽ ആരാണ്? അത് ഇടതുപക്ഷമാണല്ലോ. അത് വ്യക്തമാണ്. ശരി, പാട്ടുപാടിയെന്ന് ശരിയാണ്. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? പിന്നീട് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാജ്യമായി മാറുകയാണ്. അവിടെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നതും ഇപ്പോൾ ഏകദൈവ വിശ്വാസമുള്ളവർക്ക് കൂടി രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി ആലപിക്കാൻ കഴിയുന്നതും ഒക്കെ ആകണം എന്ന് ദേശീയ നേതാക്കന്മാർ, ഇപ്പോൾ ആദ്യത്തെ സർക്കാർ ദേശീയ നേതാക്കളുടെ സർക്കാരാണ് എന്നുള്ളതാണല്ലോ. ആ സർക്കാർ പോലും അംഗീകരിക്കുന്നു, അന്നത്തെ നേതാക്കൾ പോലും അംഗീകരിക്കുന്നു എന്നതുകൊണ്ടല്ലേ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ദേശീയ ഗീതമായി മാറിയത്? ഇല്ല, 37 കഴിഞ്ഞ് 48 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഘട്ടത്തിൽ പറഞ്ഞല്ലോ. അതായത് അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് പറഞ്ഞല്ലോ വന്ദേ മാതരം പാടണം എന്നുള്ളത് പറഞ്ഞല്ലോ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, അത് പുനർവിചിന്തന വിധേയമായിക്കൊണ്ടിരിക്കണം. അതാണ് ഇപ്പോൾ 2026 ഇപ്പോൾ നമ്മളൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ നേരത്തെ ആദ്യത്തെ 2 സ്റ്റാൻസുകളാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത് അല്ലേ? അങ്ങനെയല്ലേ? അതിനൊരു കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ 2 സ്റ്റാൻസ് എന്നോ 6 സ്റ്റാൻസ് പാടണോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ ഡോക്യുമെന്റ്സിൽ കാണുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അത് പുനർവിചിന്തനത്തിന് വിധേയമാക്കാലോ. പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് രാഷ്ട്രീയ പാർട്ടികൾ അവകാശം ഉന്നയിക്കാണ്. ഞങ്ങൾ ഇതിലുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ ഇതിനകത്ത് ശ്രീ AK രാജനോട് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. അതിൽ വസ്തുതാപരമായ പിശകുണ്ട് അങ്ങ് ആ പറഞ്ഞതിൽ. മാത്രമല്ല അതെന്തുകൊണ്ടാണ് അത് ഈ 2 സ്റ്റാൻസ് മാത്രമായി നിജപ്പെടുത്തുന്നതിന്റെ കാരണമടക്കം വ്യക്തമാക്കപ്പെട്ടതുമാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അത് പറയുകയും ചെയ്തു. അത് നേരത്തെയുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ആ ഒരു പ്രാക്ടീസ് പിന്തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് മുഴുവനായിട്ട് ആലപിക്കാം എന്നും അതിനും തടസ്സമൊന്നുമില്ലല്ലോ. മുഴുവനായിട്ട് ആലപിക്കാൻ പാടില്ല എന്നുണ്ടോ? ആ തീരുമാനത്തിനില്ല.
അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ ഉയർന്നുന്ന വേറൊരു കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. BJPക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞു. BJP എപ്പോഴാണ് ഉണ്ടായത് ഈ പാർട്ടി? എങ്ങനെയാണ് ഈ 47 നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നീടുണ്ടായ BJP പങ്കെടുക്കുക? അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയാണ്. 60കളിലുണ്ടായ CPIM എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക? അപ്പോൾ CPIയിൽ നിന്ന് വിഭജിച്ച് പോയതല്ലേ CPIM. കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഗാന്ധിജി പറഞ്ഞതല്ലേ കോൺഗ്രസിനെ പിരിച്ചുവിടണം. ഇതൊക്കെ സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യങ്ങളല്ലേ. പക്ഷേ അതിന് നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കട്ടെ, അതിലെങ്കിലും എതിർപ്പില്ലാതിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ NDA ഗവൺമെൻറ് വന്ന ശേഷമല്ലേ സർദാർ പട്ടേലിന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതിമയുണ്ടായത്? അത് ഈ ഗവൺമെൻറ് വന്ന ശേഷമല്ലേ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഡൽഹിയിൽ ഒരു സ്മാരകം ഉണ്ടായത്? അപ്പോൾ ഈ ദേശീയ നേതാക്കന്മാരാരും നമ്മൾ തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഗാന്ധിജിയെ എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? അപ്പോൾ ആരും അതിനെ തള്ളേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ചില ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങളുടേത് മാത്രമാണ്. അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ദേശീയ സ്മാരകങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദേശീയ തലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന വ്യക്തികളും രാഷ്ട്രപിതാവായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ആൾക്കാരുടെ പേര് ഇനി പറയുകയാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി ഇതൊന്നുമില്ലാതെയാണോ കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർത്തത്? യാതൊരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ആണോ കോൺഗ്രസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേശീയ നേതാക്കൾ, അതുകൊണ്ടാണ് ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ള മന്ത്രിസഭയിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു ദേശീയ മന്ത്രിസഭയായിരുന്നു. അല്ല, അതൊരു ദേശീയ മന്ത്രിസഭയായിരുന്നു. ദേശീയ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഉൾക്കൊള്ളുമായിരുന്നു. സ്വാതന്ത്ര്യം ചേർത്തിട്ടുണ്ട്. അല്ല അല്ല സ്വാഭാവികമായിട്ടും മാത്രമായിക്കൊള്ളുന്നില്ലല്ലോ. കോൺഗ്രസിന് വിശാലമായ കാഴ്ചപ്പാടാണ്. BJP പോലെ അല്ല, കോൺഗ്രസിന്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. കോൺഗ്രസിന്റെ എതിരഭിപ്രായം ഉണ്ടെന്ന് BJP ഇല്ല. സന്ദീപ് മിടുക്ക് ഏത് ചർച്ചയെയും ഈ രീതിയിൽ അലമ്പാക്കുക. സന്ദീപ് വാര്യകളുടെ ഒരു മിടുക്ക് ഏത് ചർച്ചയെയും ഈ രീതിയിൽ അലമ്പാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ നിൽക്കൂ. നിങ്ങളിപ്പോ ഒരു MLA ആണ്. നിങ്ങൾക്ക് ആ ഒരു ബോധ്യമെങ്കിലും നിങ്ങൾ വെക്കൂ. നിങ്ങൾ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആണ്. ആ ഒരു ബോധ്യങ്ങൾ വെച്ച് പുലർത്തും. നിങ്ങൾ തൃക്കരിപ്പ് ആണ്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ ചെറിയൊരു നോട്ട് ഞാൻ എടുത്തു. ഇപ്പൊ മാധു പറഞ്ഞു, ഞാനത് കേട്ടു. പിന്നെ അത് കോൺഗ്രസിന്റെ വിശാലമായ അതിലേക്ക് നിങ്ങൾ പോകുന്നത്. ശ്യാമപ്രസാദ് മുഖർജിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസുമായിട്ട് ഒരു യോജിപ്പില്ല ശ്യാമപ്രസാദ് മുഖർജിക്ക്. ശ്യാമപ്രസാദ് മുഖർജിക്ക് കൂടെ തീരുമാനമെടുത്തിട്ടില്ല അദ്ദേഹം മന്ത്രിസഭയിലേക്ക്. എന്നിട്ട് അദ്ദേഹം രാജിവെച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വിശാലമായ കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ നിന്ന് ലിയാഖത്ത് അലി പാക്കിൽ പ്രതിഷേധിച്ച് മാറിയുന്നില്ല ശ്യാമപ്രസാദ് മുഖർജി? നിങ്ങളെക്കാളും വിശാലമായ അദ്ദേഹത്തിന് ഔദാര്യമാണെന്ന് വിചാരിക്കണ്ട. നിങ്ങളെ കോൺഗ്രസ് ഒരു ഔദാര്യം ശ്യാമപ്രസാദ് മുഖർജിയോട് ചെയ്തു എന്നൊരു വ്യവസായം വിചാരിക്കണ്ട. നിങ്ങൾക്ക് ആരോട് ഇങ്ങനെയൊക്കെ സർദാർ പട്ടേലിനോട് നിലപാടെന്താ? അല്ലെങ്കിൽ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിനോട് നിലപാടെന്താ? അദ്ദേഹം കോൺഗ്രസിൽ മത്സരിച്ച് പരാജയപ്പെട്ടില്ല. അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടില്ല സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസിന് വിശാലമായ മനസ്കതയുള്ള കുറച്ച് ആൾക്കാർ, ബാക്കിയുള്ളവരൊന്നും വളരെ എന്താ പറയാ കോൺഗ്രസിനോടൊപ്പം ചേരാൻ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ പാടുക. സന്ദീപ് വാര്യർ ചെയ്യേണ്ട ഇതാണ്. AICC ആസ്ഥാനത്ത് പാടിയ വന്ദേ മാതരം ഉഷാറായിട്ട് ഗംഭീരമായിട്ട് തൃക്കരിപ്പൂര് പോയിട്ട് പാടുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ ശരിയായ ഒരു കോൺഗ്രസ്സുകാരനാണ് ഇപ്പോഴത്തെ സാഹചര്യം. നിങ്ങളൊന്നും പാടിത്ത ഒരു മിനിറ്റ്, അത് തെറ്റാ. നിങ്ങളൊന്ന് പാടിത്ത മാധു അദ്ദേഹത്തെ കൊണ്ട് മുഴുവൻ പാടി. നിങ്ങൾക്കറിയില്ല അല്ലേ? നിങ്ങൾ വേണ്ട. എന്റെ സന്ദീപ് ചർച്ച ചെയ്യുന്നില്ല. ഒരു BJP തെറ്റാതെ പാടാറില്ല. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകരുത് എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യമായി മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്നത്തെ ദിവസം വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. വളരെയധികം പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും Debate with Madhu Saji.